Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പിളിങ്ങിൻ്റെ രണ്ട് മെത്തേഡുകളാണ്, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. അതിൽ പ്രോബബിലിറ്റി മെത്തേഡിൽ വരുന്നതാണ് റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. In random sampling, every case in the population has equal probability of getting selected in a sample. അതായത് നമ്മൾ എത്രയാണോ പോപ്പുലേഷൻ എടുക്കുന്നത് ആ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് സാമ്പിൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ 100 ആണെന്ന് വിചാരിക്കുക. ആ 100ൻ്റെ ഉള്ളിൽ നമുക്കൊരു 50 സാമ്പിൾ എടുക്കണമെങ്കിൽ ആ 50 എന്ന് പറയുന്നത് അതിൽ ആ 100 പേർക്കും ഈക്വലായിട്ട് അവരെ സെലക്ട് ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട 50 പേരെ സെലക്ട് ചെയ്യുന്നത് ഞാൻ നമ്പർ 1 സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ 10 സെലക്ട് ചെയ്യുന്നു, പിന്നെ 12 സെലക്ട് ചെയ്യാം, 15 സെലക്ട് ചെയ്യുന്നു, 25 സെലക്ട് ചെയ്യാം, 36 സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള, അതിന് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളെയും ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ വേറെ ഏതിനെയും അടിസ്ഥാനമല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ട റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് റാൻഡം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര പോപ്പുലേഷനാണ് എടുക്കുന്നത് ആ പോപ്പുലേഷനിൽ എല്ലാറ്റിനും തുല്യമായിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി റാൻഡം സാമ്പിളിംഗ് തന്നെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. അല്ലെങ്കിൽ ഇത് മാത്രം ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മാത്രമായിട്ട് ചോദിക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റാണ് ടൈപ്സ് ഓഫ് റാൻഡം സാമ്പിളിംഗ് രണ്ട് തരത്തിലുള്ളത്, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങും. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പേര് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്താണോ പോപ്പുലേഷൻ ഉള്ളത് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഉള്ളത് അതിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എളുപ്പത്തിനനുസരിച്ചുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് എഴുതേണ്ട പോയിന്റ് ആണ്. ഇൻ സിമ്പിൾ റാൻഡം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം വാട്ട് ഇസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചോദിക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആവുമ്പം ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കും, എൻറ്റയർലി ബൈ ചാൻസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 50 പേരാണ് പോപ്പുലേഷൻ എങ്കിൽ അതിൽ നിന്ന് ഒരു 10 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു 10 പേരെ സെലക്ട് ചെയ്യാം. അതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓഫൺ ഇംപ്ലിമെൻറ്റഡ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലോട്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ജനറേറ്റേഴ്സ്, ലോട്ടറി സിസ്റ്റം, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു എൻഷുർ ദാറ്റ് ദ സെലക്ഷൻ പ്രോസസ് ഈസ് റാൻഡം. അപ്പോൾ നമ്മൾ നറുക്കെടുക്കുന്ന സമയത്ത് 50 പേരുടെ പേര് എഴുതിയിട്ട് നമ്മളൊരു ബോക്സിലിടുന്നു. അതിൻ്റെ അർത്ഥം എന്താ, ആ 50-ൽ നിന്ന് നമുക്ക് 10 വിജയികളെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിൽ ആ ഇടുന്ന 50 ലോട്ടിലും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈക്വൽ ചാൻസ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു 10 പ്രാവശ്യമാണല്ലോ അതിൽ നിന്ന് ഓരോ ലോട്ടും എടുക്കുന്നത്. അപ്പോൾ ആ 50 ലോട്ടുകൾക്കും അവിടെ സെലക്ട് ചെയ്യപ്പെടാനുള്ള അവസരമുണ്ട് എന്നതാണ് പറയുന്നത്. ലോട്ടറി മെത്തേഡ് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ. അല്ലാണ്ട് നമ്മൾ നമ്പർ അറിഞ്ഞുകൊണ്ടല്ല ഇതിന്ന് സെലക്ട് എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എന്താണെന്ന് എഴുതാൻ അറിയില്ലെങ്കിൽ ലോട്ടറി മെത്തേഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം എത്ര എണ്ണം പോപ്പുലേഷൻ ഉണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് അതിന്ന് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. എന്താണ് ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വളരെ സിമ്പിളാണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബയസുകൾ കുറവാണ്. ബയാസുകൾ പറയുമ്പം എറേഴ്സും തെറ്റുകളും അതുപോലെ ഡ്യൂട്ടി ഈക്വൽ പ്രോബിലിറ്റി ഓഫ് സെലക്ഷൻ. ഈക്വൽ പ്രോബിലിറ്റി ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ എന്താണോ അതിൽ എല്ലാ നമ്പേഴ്സിലും തുല്യമായിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള അവസരം അവിടെ ഉണ്ടാവുന്നു. ഈസി ടു അനലൈസ് യൂസിങ് സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അതേപോലെ തന്നെ നമുക്കത് ഈ ഒരു കിട്ടിയ ഡാറ്റേനെ അനലൈസ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിക്വയർസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ. നമുക്കിങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ പോപ്പുലേഷൻ എടുത്തിരിക്കുന്നത് ആ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും കിട്ടിയാൽ മാത്രമാണ് അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ആ ഒരു പോപ്പുലേഷൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ദോഷവശമായിട്ട് പറയുന്നത്. ഇംപ്രാക്ടിക്കൽ ഫോർ വെരി ലാർജ് പോപ്പുലേഷൻ.
അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ഏതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ പോപ്പുലേഷൻ സൈസ് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ 50 പേര്, 200 അതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു മെത്തേഡിലൂടെ കളക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ ഒരു 1000, 2000, 5000, 10,000 എന്നുള്ളൊരു പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് അവിടെ നമുക്ക് അത്രയും നറുക്കെടുപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പോപ്പുലേഷൻ നമ്പർ ലാർജ് ആവുമ്പം ഇതൊരിക്കലും സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്ക് ചിലവും സമയമെല്ലാം പോകുന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സപ്പോസ് എ റിസർച്ചർ വാണ്ട്സ് ടു സർവേ 100 സ്റ്റുഡൻസ് ഫ്രം എ യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 100 സ്റ്റുഡൻസിനെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ചർ വരികയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ 10,000 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10,000 സ്റ്റുഡൻസിൽ നിന്നാണ് അയാൾക്ക് 100 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ ഈ 10,000 സ്റ്റുഡൻസിനും എന്താണ് സെലക്ട് ചെയ്യപ്പെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് റാൻഡം ആയിട്ട് അയാൾക്ക് തോന്നുന്ന കുറച്ച് നമ്പേഴ്സ്, ഇപ്പം നമ്മൾ 10,000 പേര് പറയുമ്പോൾ 1 മുതൽ 10,000 വരെ ഓരോ കുട്ടിക്ക് ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു 100 നമ്പേഴ്സിനെ അവിടെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ടൈപ്പ് റാൻഡം സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. 3 മാർക്സിന് ഇത് ചോദിക്കാം. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നത് പോപ്പുലേഷനിൽ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽ, ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റെഗുലർ ഇൻ്റർവെൽസിൻ്റെ ബേസിലായിരിക്കും ഇവിടെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഈ റെഗുലർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആഫ്റ്റർ റാൻഡംലി ചൂസിങ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് റാൻഡമായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ അതിൽ എവറി കേത്ത് ഇൻഡിവിജ്വൽ ഇൻ ദ പോപ്പുലേഷൻ ലിസ്റ്റ് ഈസ് ചൂസൺ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആവില്ല. ഏകദേശം ഒരു 300 സ്റ്റുഡൻസ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. ആ 300-ൽ നിന്ന് നമുക്കൊരു 20 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യണം ടോട്ടൽ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 300 സ്റ്റുഡൻസ്. അതിൽ നിന്ന് നമുക്ക് സാമ്പിളായിട്ട് 20 പേരെ സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് ഈ 300-ൽ നിന്ന് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്? അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം 300/20 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ 15 എന്ന് കിട്ടുമ്പോൾ അപ്പോൾ നമുക്കവിടെ കൃത്യമായിട്ടൊരു ഇൻ്റർവെൽ അവിടെ കിട്ടണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ 300 കുട്ടികളുള്ളതിൽ നിന്ന് 20 പേരെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? സിസ്റ്റമാറ്റിക് റാൻഡം മെത്തേഡ് ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1 to 15 എന്ന് നമുക്കവിടെ കണക്ക് കിട്ടി. ആദ്യത്തെ 1ാമത്തെ നമ്പർ മുതൽ 15ാമത്തെ നമ്പർ വരെയുള്ള കുട്ടികളെയാണ് നമ്മളിതിലേക്ക് ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ സപ്പോസ് നമ്മൾ അതിന് 9 എന്നുള്ളൊരു നമ്പറിനെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അപ്പോൾ 1ാമത്തെ ആളെ കിട്ടിയില്ലേ? ഈ 20 പേരിലുള്ള ആദ്യത്തെ 1ാമത്തെ ആളെ നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ആളെ, അതായത് റെഗുലർ ഇൻ്റർവെൽ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കിട്ടിയ 9നോട് കൂടിയിട്ട് നമ്മൾ എത്ര ആഡ് ചെയ്യും? വീണ്ടും ഈ 15 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് എന്താ ചെയ്യുക? ഈ 9 to 24-ൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു നമ്പർ കിട്ടുന്നു. ആ ഒരു നമ്പർ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ 15 സെലക്ട് ചെയ്തു. അടുത്തത് എങ്ങനെയാണ്? 15 പ്ലസ് വീണ്ടും അതിനോടുകൂടി 15 സെലക്ട് ചെയ്യാം. അപ്പോൾ 30 കിട്ടുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി സെലക്ട് ചെയ്യുമ്പം ഈ 15 to 30-ൻ്റെ ഉള്ളിലുള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 20 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു സെലക്ഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തിയത്? ഓരോ റെഗുലർ ഇൻ്റർവെല്ലുകളായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് ആദ്യം എത്ര വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ വേണ്ട നമുക്ക് സാമ്പിൾ എടുക്കുമ്പോഴാണ് അതിനൊരു ഇൻ്റർവെൽ എത്ര വേണമെന്ന് തീരുമാനമാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തപ്പം 15 ഇൻ്റർവെൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ 15 പേരിൽ നിന്നാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യേണ്ടത്? ഈ 20 സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്, ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് കാണിക്കുന്ന മെത്തേഡാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്. പക്ഷേ മറ്റേ മെത്തേഡ് ആവുമ്പോൾ നമുക്ക് 20 പേരെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള 20 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താണോ ഒരു നമ്പർ തോന്നുന്നത് വെച്ചാൽ ആ നമ്പർ സെലക്ട് ചെയ്യുക. അങ്ങനെ 20 എണ്ണമാക്കി മാറ്റുന്നു. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്റമാറ്റിക്കിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ ഇൻ്റർവെൽ അവിടെ കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ എത്ര വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇൻ്റർവെൽ എത്ര വേണം എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്നിങ്ങനെ ഡിവൈഡ് ചെയ്യും. പോപ്പുലേഷൻ ബൈ സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻ്റർവെൽ വെച്ചെടുത്ത്
സെലക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ആ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഈ 20 പേരെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ആ കിട്ടിയിരിക്കുന്നതിൽ ഒരു നമ്പർ സെലക്ട് ചെയ്ത് അത് പ്ലസ് വീണ്ടും 15 എടുക്കുക. അത് ആ ഇൻ്റർവെല്ലിൽ നിന്ന് ഒരാൾ എടുക്കും. ആ ഇൻ്റർവെല്ലിൽ നിന്ന് കിട്ടുന്ന നമ്പർ പ്ലസ് വീണ്ടും 15 എടുക്കുക അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അല്ലാതെ തോന്നുന്ന നമ്പർ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധ്യമല്ല. അതാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? സിമ്പിളാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ആദ്യം കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എളുപ്പത്തിൽ തന്നെ സൗകര്യപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് ലാർജ് പോപ്പുലേഷൻ. നമ്മളിപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞപ്പം അതിന് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? നമുക്കൊരു ലാർജ് പോപ്പുലേഷനിലൊന്നും ഈ ഒരു മെത്തേഡ് സിമ്പിൾ റാൻഡം യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. എൻഷുർ സ്പ്രെഡ് ഔട്ട് സെലക്ഷൻ അക്രോസ് ദ പോപ്പുലേഷൻ റെഡ്യൂസിങ് ക്ലസ്റ്ററിങ്. അപ്പോൾ ക്ലസ്റ്ററിങ്ങിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് നമുക്ക് എത്ര പോപ്പുലേഷൻ വന്നാലും ഈ ഒരു മെത്തേഡിൽ അവിടെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് പോരായ്മയായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ദർ ഈസ് എ പാറ്റേൺ ഇൻ ദ പോപ്പുലേഷൻ ലിസ്റ്റ് ഇത് കോയിൻസൈഡ്സ് വിത്ത് ദ ഇൻ്റർവെൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മേ ഇൻട്രൊഡ്യൂസ് ബയാസ്. അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ ആ ഒരു പോപ്പുലേഷൻ ലിസ്റ്റിൽ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻ്റർവെല്ലുമായിട്ട് കോയിൻസൈഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഇൻട്രൊഡ്യൂസ് ബയാസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഓർഡറിലുമായിട്ടൊരു പോപ്പുലേഷൻ ലിസ്റ്റ് ആവശ്യമാണ്. കാരണം ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻ എ ഫാക്ടറി ക്വാളിറ്റി കൺട്രോൾ ചെക്ക് എവറി 20th product on a conveyor belt is inspected after selecting a random starting point between 1 and 20. This ensures a random but evenly spaced sample of products for quality assessment. അപ്പോൾ ഈ ഒരു ഇതിൽ ഓരോ 20ാമത്തെ പ്രൊഡക്റ്റ് മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 1 to 20 പറയുമ്പം ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോരായ്മകൾ ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റാൻഡം സാമ്പിളിങ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു റാൻഡം സെലക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ദ പോപ്പുലേഷൻ. നമ്മളുടെ സ്റ്റഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എത്രയാണ് പോപ്പുലേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. രണ്ടാമത് ആ പോപ്പുലേഷൻ എവിടെ നിന്നാണ് നമ്മൾ അത് ആ സാമ്പിളിംഗ് ഫ്രെയിം എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാം. കാരണം ഓൾ ഇൻഡിവിജ്വൽസ് ഓർ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ദിസ് ഇസ് ലിസ്റ്റ് കോൾഡ് സാമ്പിളിംഗ് ഫ്രെയിം. മൊത്തം സാമ്പിൾസ് എവിടുന്ന് എടുക്കണം, മൊത്തം പോപ്പുലേഷൻ എവിടുന്ന് എടുക്കണം, അതിനാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ ആ സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിൽ നിന്നാണ് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇത്ര സാമ്പിൾസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്നത്? റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഇഷ്ടമുള്ള എത്ര എണ്ണം വേണോ അത്രയും എണ്ണം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ചെയ്യുന്ന ആ സാമ്പിൾസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണോ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ, ഒരു 100 പേരുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 പേരെ സെലക്ട് ചെയ്യുന്നു. ആ 10 പേരിൽ നിന്നാണ് നമുക്ക് വേണ്ട വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. കിട്ടിയ വിവരത്തിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് ഒരു ഇൻഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു അസംഷനിലേക്ക് കൺക്ലൂഷനിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബയാസുകളെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുക. ഇത്രയും ആളുകളിൽ നിന്ന് ഇത്ര പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ കണ്ടെത്തി, അതുകൊണ്ട് ഈ ഒരു കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനറലൈസ് ചെയ്യുക. പിന്നെ വളരെ സിമ്പിളാണ് ഈ ഒരു മെത്തേഡ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം പൂർണ്ണമായിട്ടും എത്രയാണോ പോപ്പുലേഷൻ ആ കംപ്ലീറ്റ് പോപ്പുലേഷൻ ലിസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റാൻഡം സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകളാണ് കേട്ടോ. റിക്വയർസ് എ കംപ്ലീറ്റ് പോപ്പുലേഷൻ ലിസ്റ്റ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം അതുപോലെ ചിലവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നോൺ റെസ്പോൺസ് ബയാസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു കുറച്ച് ആളുകളെ, പക്ഷെ അവർ ഈ ഒരു സർവേയിൽ നമ്മോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്തോളുന്നില്ല. സാമ്പിൾ മേ ബിക്കം ബയാസ്ഡ്. അങ്ങനെ വരുമ്പോൾ എന്തായി? നമ്മളെടുത്ത ആ സാമ്പിൾ ബയാസായി മാറുകയാണ്. ചില ഇൻഡിവിജ്വൽസ് എന്താണ് കൂടുതൽ ചിലവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യും, ചിലർ റെസ്പോണ്ട് ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ എടുക്കുന്ന ഡീറ്റെയിൽസിൽ ബയാസുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഫോർ ലാർജ് പോപ്പുലേഷൻ ഇൻ വെരി ലാർജ് പോപ്പുലേഷൻ സച്ച് ആസ് നാഷണൽ പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രം പോപ്പുലേഷൻ ഉള്ളതിൽ നമുക്ക് ഉപയോഗിക്കാം. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങിലേക്ക് വരുമ്പം സിമ്പിളിനേക്കാൾ കുറച്ചുകൂടി പോപ്പുലേഷൻ സൈസ് ഉള്ളതിലേക്ക് യൂസ് ചെയ്യാം. പക്ഷെ വൻതോതിൽ വലുതായിട്ടൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ ജനസംഖ്യ അറിയണം പറയുമ്പോൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് അവിടെ പ്രാക്ടിക്കൽ അല്ല. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് ഓഫൺ ഇംപ്രാക്ടിക്കൽ. അങ്ങനെ വരുമ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇംപ്രാക്ടിക്കൽ ആണ്. കാരണം റിക്വയറിങ് കോംപ്ലക്സ് സാമ്പിളിംഗ് ഡിസൈൻ ലൈക്ക് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് അവിടെയൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സ് അവിടെ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രോബബിലിറ്റീനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, പ്രോബബിലിറ്റി മെത്തേഡും നോൺ പ്രോബബിലിറ്റി മെത്തേഡും. സാമ്പിളിങ്ങിനെ അതിൽ തന്നെ പ്രോബബിലിറ്റിയുടെ ബേസിൽ വരുന്നതാണ് റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് റാൻഡം സാമ്പിളിങ്ങും അതേപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും. അതിൽ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് നോക്കി. റാൻഡം സാമ്പിളിങ്ങിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ഉണ്ട്, സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങും ഉണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ മെയിൻ ഘട്ടമാണ് ഏത് പഠിക്കാനുള്ളത്. റാൻഡം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്തായാലും. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അതായത് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. സാമ്പിളിംഗ് മെത്തേഡ് അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി മെത്തേഡും നോൺ പ്രോബബിലിറ്റി മെത്തേഡും. അതിൽ പ്രോബബിലിറ്റിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റാൻഡമും അതേപോലെ തന്നെ സ്ട്രാറ്റിഫൈഡും. അപ്പോൾ റാൻഡത്തിലാണ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചത്. ഏതൊക്കെയാണ്? സിമ്പിൾ മെത്തേഡും സിസ്റ്റമാറ്റിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എസ്സേ ക്വസ്റ്റൻ ആയിട്ട് തിയറി ചോദിക്കാം. അപ്പോൾ സാമ്പിളിംഗ് എന്താണെന്നുള്ളത് ഇങ്ങനെ ചിത്രം വരച്ച് കൃത്യമായി മെൻഷൻ ചെയ്ത് ഓരോ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി മെത്തേഡ്, നോൺ പ്രോബബിലിറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. റാൻഡം മെത്തേഡും സ്ട്രാറ്റിഫൈഡും. റാൻഡത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. സിമ്പിൾ റാൻഡും സിസ്റ്റമാറ്റിക് റാൻഡം മെത്തേഡും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്ട്രാറ്റിഫൈഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഒക്കെ റാൻഡത്തിൻ്റെ ബെനിഫിറ്റും മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക. അതുപോലെ ഓരോ സിമ്പിൾ റാൻഡം മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും, സിസ്റ്റമാറ്റിക്കിൻ്റെ മെറിറ്റും ഡിമെറിറ്റും, അതേപോലെ ഇതൊക്കെ ഓരോ ടേമുകളും 3 മാർക്കിന് നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എസ്സേ ക്വസ്റ്റ്യൻ വരെ ഇവിടെ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊരു പോയിന്റും ഒഴിവാക്കാനില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും എങ്ങനെ സെലക്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്